ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, പ്രധാനമായിട്ടും രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റെയിൽവേ പോസ്റ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് ALP എന്ന് പറയുന്ന പോസ്റ്റും മറ്റൊന്ന് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റുമാണ്. ഈ രണ്ട് പോസ്റ്റുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് അടിസ്ഥാന യോഗ്യത 3 ഇയർ ഡിപ്ലോമ മാത്രമാണ്. എന്നാൽ ഈ 3 ഇയർ ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾ കൂടാതെ ബിടെക്കും എംടെക്കും ഉള്ള ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്ത സ്ട്രീമിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപേക്ഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അപേക്ഷയുള്ള ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എത്ര രൂപയായിരിക്കും സാലറി കിട്ടുന്നത് എന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ അനാലിസിസ് ചെയ്യുന്നത്. ആദ്യത്തേത്, ഒരു വർഷത്തിൽ, അതായത് ആദ്യ വർഷം ജോയിൻ ചെയ്യുന്ന ഒരാൾ ഒരു ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുക, ആ ഒരു പൊസിഷനിൽ അയാൾക്ക് ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി എത്രയാണ്, സാലറി കൂടാതെ ഗവൺമെന്റ് അവരുടെ വെൽഫെയറിന് വേണ്ടിയും അവരുടെ പെൻഷൻ പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കുന്ന തുക എത്രയാണ്. അത് കൂടാതെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾ സർവീസിൽ കയറി 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞ ശേഷം അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതായത് അയാളുടെ സാലറിയിൽ വരുന്ന മാറ്റം എത്രയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ അസസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഓവർവ്യൂ എടുക്കാം. ഇവിടേക്ക് നോക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 2022 ജോയിൻ ചെയ്ത ഒരാളുടെ ഒരു കണ്ടീഷനാണ്. 2022 അദ്ദേഹം ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക് പേ ആയിട്ട് 35,400 എന്ന് പറയുന്ന സാലറിയാണ് 7th പേ കമ്മീഷൻ വഴിയുള്ള സാലറി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇനി DNS അലവൻസ് ആയിട്ട് 38% വരുന്നു. അത് 13,452 രൂപയാണെന്ന് കാണാൻ കഴിയും. ഇനി ഗ്രോസ് നെറ്റ് പേ ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ, അതായത് ഇൻ ഹാൻഡിലേക്ക് വരുന്ന മുഴുവൻ എമൗണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ശമ്പളം. ആ ശമ്പളം എന്ന് പറയുന്നത് 48,852 രൂപയാണ്. മനസ്സിലായല്ലോ? അതായത് സർവീസിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇനിഷ്യലി കിട്ടുന്നത് 48,852 രൂപയാണ്. അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു 2 വർഷം കഴിഞ്ഞ് 2022 കയറി 2025-26 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം രൂപ മാറിയിട്ടുണ്ട്, എത്രത്തോളം സാലറിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് ബേസിക് പേ എന്ന് പറയുന്നത് 38,700 എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് 35,400 ഉണ്ടായിരുന്ന സാലറി 38,700 എന്ന് പറയുന്ന സാലറിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയും അന്നത്തെ അതിന്റെ DAയും കൂടി ചേർത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 73,215 എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് വരുന്നു. അതായത് അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് 73,215 ആണ്. അതായത് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇവിടെ 73,215 ആയിട്ട് ഉയർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇദ്ദേഹത്തിന് കുറച്ച് റിക്കവറീസ്, അതായത് കുറച്ച് ഡിഡക്ഷൻ ഒക്കെ ഉണ്ട്. ഈ ഡിഡക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വരുന്നത് 64,286 രൂപയാണ് എന്ന് കൂടി കാണാം. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജോയിനിങ് ഫേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ജോയിനിങ് ഫേസിലേക്ക് വരുമ്പോൾ ബേസിക് പേ ആയിട്ട് 35,400 ആണ് ബേസിക് പേ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ 38% DA കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ 13,452 രൂപയായിട്ടത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് രണ്ടും കൂടി ചേർത്ത് 48,852 രൂപയായിട്ട് മാറുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് യാതൊരുവിധ റിക്കവറീസും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫുൾ ഹാൻഡ് ക്രെഡിറ്റഡ് ആവുന്നത് 48,852 രൂപയാണ്. ഇദ്ദേഹം 2 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം റെയിൽവേയുടെ എംപ്ലോയി ആയി മാറുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ ബേസിക് പേയിൽ മാറ്റം വന്നിട്ടുണ്ട്. 38,700 എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ ബേസിക് സാലറി ഉയർന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ DNS അലവൻസ് ഇവിടെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. 21,285 എന്ന് പറയുന്ന എമൗണ്ട് ആയി മാറിയിരിക്കുന്നു. ഇനി ഹൗസ് റെന്റ് അലവൻസ് 7,740 ആണ്. ഈ ഒരു എമൗണ്ടിന്റെ പ്രത്യേകത, ഈ ഹൗസ് റെന്റ് അലവൻസ് നിങ്ങൾ ജോലി ചെയ്യുന്ന ടൗണുകളെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. നിങ്ങളൊരു അർബൻ ടൗണുകൾ, ഒരു മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ മെഗാപോളിസ് നഗരങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നെങ്കിൽ അവിടെ ലഭിക്കുന്നതായിരിക്കത്തില്ല നിങ്ങളൊരു ടൗണിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് മാറി ഒരു വില്ലേജ് പോലെ ഏരിയയിലുള്ള റെയിൽവേ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതിൽ അതിന് ആനുപാതികമായിട്ടുള്ള കുറവുണ്ട്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന പ്രദേശത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് HRA ലഭിക്കുന്നത് 7,740 രൂപയാണ്. എന്നാൽ ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് 2,790 ആയിട്ട് കിട്ടുന്നു. ഇനി അതുകൂടാതെ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് 2,700 രൂപയും കൂടി കിട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആകെ മൊത്തം സാലറി 2-3 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് 73,215 രൂപ എന്ന് പറയുന്ന ഒരു വലിയ സാലറിയിലേക്ക് മാറുകയാണ്. റെയിൽവേയുടെ സാലറി എപ്പോഴും ആ പേപ്പറിൽ കാണുന്നതല്ല, മറിച്ച് അതിൽ നിന്ന് വളരെ കൂടുതലാണ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നതിന്റെ കാര്യം ഇതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഇൻ ഹാൻഡ് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി, കയ്യിലേക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 73,215 ആണ്. എന്നാൽ ഈ സാലറിയിൽ നിന്ന് ഗവൺമെന്റ് കുറച്ച് തുകകൾ ഡിഡക്ട് ചെയ്യും. അത് അദ്ദേഹത്തിന് തന്നെ
വെൽഫെയറിന് വേണ്ടിയാണ്. അത് എന്തൊക്കെയാണ് ഡിഡക്ട് ചെയ്യുന്നത് നോക്കാം. ഡിഡക്ട് ചെയ്ത ശേഷം ഫൈനൽ ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ന്യൂ പെൻഷൻ സ്കീം അനുസരിച്ച് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് 5,999 രൂപയാണ്. ഇനിയും അതിൽ നിന്ന് കോപ്പറേറ്റീവ് എമൗണ്ട് ആയിട്ട് CMTD ആയിട്ട് 1,600 രൂപ ഇദ്ദേഹം ആഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് കമ്പ്യൂട്ടർ അഡ്വാൻസ്ഡ് റിക്കവറി ചാർജ് എന്ന് പറയും. ഇത് കമ്പ്യൂട്ടർ അത് അദ്ദേഹത്തിന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. അദ്ദേഹം എന്തോ ലോണോ അങ്ങനെ എന്തോ ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു 1,042 രൂപ വരുന്നു. ഇതെല്ലാവർക്കും ബാധകമല്ല. ഇനി പേഴ്സണൽ ടാക്സ് ആയിട്ട് അദ്ദേഹം 208 രൂപ അടയ്ക്കുന്നു. ഇൻഷുറൻസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് അദ്ദേഹം 80 രൂപ അടയ്ക്കുന്നു. അങ്ങനെ മൊത്തം 8,929 രൂപയാണ് ഇദ്ദേഹത്തിന് ഡിഡക്ഷൻ വരുന്നത്. ഇത് സാധാരണക്കാരന്റെ കണക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കമ്പ്യൂട്ടർ അഡ്വാൻസ് റിക്കവറി 1,042 രൂപ കുറച്ചു കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടുന്ന തുക ഇത് കിഴിച്ചിട്ടുള്ള എമൗണ്ടും ആയിരിക്കും. ഇനി ഇനിഷ്യൽ പേയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 48,852 രൂപയാണ് അദ്ദേഹത്തിന്റെ സാലറി. എന്നാൽ അപ്ഡേറ്റഡ് ഗ്രോസ് പേ ആയിട്ട് മാറുന്നത് ഏതാണ്ട് 73,215 ആണ്. എന്നാൽ അദ്ദേഹം സർവീസ് കഴിയുമ്പോൾ അതിൽ നിന്ന് 8,929 രൂപ കഴിച്ചിട്ട് ഏതാണ്ട് 64,286 രൂപ വരുന്നു. ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥന് ഈ ഡിഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, അതായത് ആ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ഇല്ല എങ്കിൽ ഒരാൾക്ക് എന്തായാലും ഒരു 65,000 രൂപയ്ക്ക് മുകളിൽ ഇൻ ഹാൻഡ് 2-3 വർഷം കഴിയുമ്പോൾ റെയിൽവേയിലെ ഒരു ജൂനിയർ എഞ്ചിനീയറിന് കിട്ടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങളൊരു സർവീസിൽ കയറുമ്പോൾ, റെയിൽവേയിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം സാലറി ഉള്ള, ഇത്രയധികം റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു പോസ്റ്റാണ് റെയിൽവേ. ഇപ്പൊ റെയിൽവേയിൽ ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റെയിൽവേയിൽ എഞ്ചിനീയർ ആവാനുള്ള സുവർണ അവസരം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറെടുക്കണം. ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന RRBയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പലപ്പോഴും നമ്മുടെ തയ്യാറെടുപ്പുകൾ. എന്നിരുന്നാൽ പോലും നമ്മൾ കോമ്പറ്റീഷൻ ഏതാണ്ട് നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ തയ്യാറെടുക്കണം. അപ്പൊ അതിൻ്റെതായ ഒരു പാറ്റേൺ നമ്മൾ അഡോപ്റ്റ് ചെയ്തെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ റെയിൽവേ ജെയുടെ 2026 ബാച്ചുകൾ നടക്കുന്നു. അതിൽ തന്നെ CBT 1 ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ബാച്ച് നടത്തുന്നുണ്ട്. കൂടാതെ CBT 1ഉം CBT 2ഉം രണ്ടും കൂടി ഫോക്കസ് ചെയ്ത ബാച്ചുകളുമുണ്ട്. നിങ്ങൾക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തുടങ്ങുക. ഈ ഒരു ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി ഓർക്കുക, എല്ലാ വർഷവും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതും 4,000-5,000 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കരിയറായിട്ട് തന്നെ തീരുമാനിച്ച് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കരിയർ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനായിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവുന്ന ഫില്ല് ചെയ്യുക. മറ്റു വിശദ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.